ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വൈകുന്നേരം ചായക്കൊപ്പം നല്ല സൂപ്പറായിട്ട് നമുക്ക് സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടവടയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമുക്ക് ഈ മുട്ടവട കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ മുട്ടവട തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് മുട്ടയും കൂടി. ഞാനിപ്പോൾ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വേവിച്ച് പുഴുങ്ങിയെടുത്ത മുട്ടയാണ്. ആ മുട്ടയും ചേർക്കുകയാണ്. മുട്ട ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്മാഷർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തൈ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് വലിയ വലിയ കട്ടകൾ, അതായത് മുട്ടയുടെ വലിയ വലിയ പീസുകൾ ഉണ്ടാകാതെ ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസായിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് അടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതും കൂടി ചേർക്കാം. സവാളയുടെ അളവ് ഒരുപാട് കൂടി പോവേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി. കൂടെ തന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഫ്ലെയിം ഞാനിപ്പോൾ അത്യാവശ്യം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഫ്ലെയിം വെക്കരുത് കേട്ടോ. അപ്പോൾ എങ്കിൽ പിന്നെ മുട്ടയുടെ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ കളർ മാറി തുടങ്ങും. ഇതുപോലെ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളും കൂടി ഒന്ന് ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ തന്നെ മതിയാവും. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടെയാണ്. അപ്പോൾ കുരുമുളക് പൊടിയുടെ അളവ് വന്നിട്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല ചൂടാണ് അത്യാവശ്യം. അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളും. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ്, നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി. കൂടെ തന്നെ ഒരല്പം മല്ലിയിലയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കറിവേപ്പിലയും സെയിം അളവിൽ, അതായത് പകുതി അളവിൽ അങ്ങനെ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മല്ലിയില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഉപ്പ് എല്ലാം നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഫ്ലെയിം കൂട്ടി വെക്കേണ്ട കേട്ടോ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുതെങ്കിൽ പിന്നെ ഇതിൻ്റെ ആ ചെറിയൊരു മോയ്സ്ചർ നമുക്ക് നഷ്ടമാവും. അങ്ങനെ അത് പാടില്ല. നല്ലതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടാൻ പാടില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്നൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല ചൂടാണ്. ഇതിനോടൊപ്പം തന്നെ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത കാര്യമാണ് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി. ഫ്രഷ് ബ്രെഡ് വന്ന് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഒരു 2-2.5 ബ്രെഡ് മാത്രം മതിയാവും. ഈ ബ്രെഡ് ക്രംസിൻ്റെ പകരം നമുക്കിതിലേക്ക് മൈദാമാവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മതിയാവും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഫില്ലിങ് തയ്യാറാക്കിയ സമയം തന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതുപോലെ ഒന്ന് മാറ്റിയിട്ട് വേണം ബ്രെഡ് ക്രംസ് ചേർക്കാനായിട്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി ബാറ്ററും കൂടി ഒന്ന് ചെയ്തെടുക്കാനുണ്ട്. നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1.25 കപ്പ് അളവിൽ നമുക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം മാത്രം ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി.
ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒരു തിക്കായിട്ടുള്ള ഒരു കട്ടിയായിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ഇത്രയും കട്ടിക്കായിട്ടുള്ള ഒരു ബാറ്റർ വേണം നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കട്ടിക്ക് നമുക്ക് ആവശ്യമില്ല. ഈ ഇടയ്ക്ക് വേണം, ഈ ഒരു അളവിന് വേണം നമുക്കിത് ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും ബാറ്ററും എല്ലാം ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് ബോളിൻ്റെ ഷേപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലോ ഒന്നും ചെയ്തെടുക്കുന്നില്ല. പകരം നമ്മുടെ മുട്ട നേരെ പകുതിയായിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഷേപ്പ് കിട്ടില്ലേ, അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. കുട്ടി കുട്ടി ബോൾസ് ആയിട്ടാണ് എളുപ്പമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നേരെ തന്നെ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഞാൻ മുക്കി കാണിക്കുന്നില്ല, കാരണം നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ എണ്ണയെല്ലാം ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് എല്ലാ ഫില്ലിങ്ങും ഇതുപോലെ മാവിലേക്ക് ഒന്ന് മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവണം, എന്നിട്ട് വേണം നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതിൻ്റെ പുറം ഭാഗം മാത്രം നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയാൽ മതിയാവും. അകം ഭാഗം എല്ലാം നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കിയെടുത്ത എല്ലാ ഫില്ലിങ്ങും ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് ഈ മുട്ട വട കിട്ടുന്നത്. രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഉറപ്പായിട്ടും ഇതുപോലൊരു മുട്ടവട നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ നല്ലൊരു ചൂട് ചായ മാത്രം മതിയാവും. സൈഡായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൊമാറ്റോ സോസും കൂടി ആവാം. എല്ലാ മുട്ടവടയും നമ്മളിതാ സൂപ്പറായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ആ കമൻറ്റ് കാണുമ്പോഴാണ് വീണ്ടും ഒരു പ്രചോദനം ഉണ്ടാവുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.